എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമ്മളുടെ ടോക്കിൻ്റെ 46ാമത്തെ എപ്പിസോഡാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിന് ഒരു കാര്യമായിട്ടുള്ള പ്രത്യേകതയുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ 100K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു മൈൽ സ്റ്റോണിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു ഫാമിലിയുടെ കൂടെ ഗ്യാദർ ചെയ്തുകൊണ്ടാണ്, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫാമിലി, ഇത്രമാത്രം വലിയൊരു ഫാമിലി ഇവിടെ ബിൽഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളോട് നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്നുള്ളതാണ്. ഇനി അടിപൊളി വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും ആ ഒരു ഉത്തരവാദിത്തം കൂടിയിട്ടാണുള്ളത്. കാരണം 100K എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു ഫാമിലിയുടെ ഉത്തരവാദിത്തം കൂടുതലായിട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയും നല്ല വീഡിയോസുകൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ള. ടോപ്പിക് ഐഡിയാസ് ഉണ്ടെങ്കിലും എല്ലാം മാക്സിമം കമൻറ്റ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് നോക്കാൻ കൂടി മറക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ മുമ്പ് നമ്മൾ നോഫാപ്പ് ചലഞ്ചിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും പിന്നെ സംസാരിച്ചില്ല. മാസ്റ്റർബേഷനെ പറ്റിയിട്ടൊക്കെ ചില വീഡിയോസുകൾ തയ്യാറാക്കി എന്നല്ലാണ്ട് നോഫാപ്പ് ചലഞ്ചിനെ പറ്റിയിട്ട് കുറേ ആയി നമ്മൾ വീഡിയോ തയ്യാറാക്കിയിട്ട്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയുടെ താഴെ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രോ നിങ്ങൾ നോഫാപ്പ് ചലഞ്ച് ഏറ്റെടുത്തപ്പോൾ എന്തൊക്കെ ബെനിഫിറ്റാണ് കിട്ടിയത്, എന്താണ് കാര്യങ്ങൾ, എത്ര കാലമായി എടുത്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവനൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു മറുപടിയാണ്, ഇല്ലെങ്കിൽ നോഫാപ്പ് ചലഞ്ച് എന്തിനെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഇല്ലെങ്കിൽ ആരൊക്കെ എടുക്കണം എന്നുള്ളതും ഒക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് മസ്റ്റായിട്ട് കാണുക. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു ഫാപ്പിംഗ് ഇല്ലെങ്കിൽ ഈ ഒരു മാസ്റ്റർബേഷൻ, സ്വയംഭോഗം എന്നുള്ളത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തികച്ചും ബയോളജിക്കലായിട്ടൊരു കാര്യമാണ്. നമ്മുടെ ഫീലിങ്സ് സമീപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോളോ ആയിട്ട് നിൽക്കുന്ന സമയത്ത്, നമ്മൾ ഒറ്റത്തടിയായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരു ഫീലിങ്സ് ഒക്കെ തോന്നുമ്പോൾ ജസ്റ്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. അത് ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും ചെയ്യാവുന്നതാണ്. തികച്ചും ബയോളജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാണ്ട് നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണത് നെഗറ്റീവ് ആവുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. എപ്പോഴാണ് നോഫാപ്പ് ചലഞ്ച് ഏറ്റെടുക്കേണ്ടത് എന്നുള്ള ചോദ്യമുണ്ട്. നോഫാപ്പ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മേലെ ഇങ്ങനെയുള്ള മൃദുല വികാരങ്ങൾക്ക് മേലെ നമ്മൾ അഡിക്റ്റഡ് ആയി പോവില്ല. അപ്പോൾ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ നോഫാപ്പ് കമ്മ്യൂണിറ്റിയൊക്കെ ഉയർന്നു വന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ ഈ ഒരു ടെക്നോളജിയൊക്കെ വർദ്ധിച്ചു വന്ന ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇതൊക്കെ കാര്യമായിട്ട് ഒരു സ്വീകാര്യത കിട്ടിയത് എന്നുള്ളതാണ്. കാര്യം മറ്റൊന്നുമല്ല, നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാതറിങ്, നമ്മുടെ കൂടെ ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ അഡിക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, ഇല്ലെങ്കിൽ ഇതിൽ കൺട്രോൾ ചെയ്യണം എന്ന് തിങ്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഒരുമിച്ച് ഗ്യാദർ ചെയ്യുന്ന നോഫാപ്പ് കമ്മ്യൂണിറ്റീസുകൾ, ചില വെബ്സൈറ്റുകൾ കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടു. സോ ഒരാൾക്ക് അറിയുന്ന ടിപ്പുകൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങോട്ട് പറയുന്നു. അങ്ങനെ അതാണ് ഈ നോഫാപ്പ് കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് വെബ്സൈറ്റുകൾ കാര്യങ്ങൾ, ഇപ്പോൾ ആപ്ലിക്കേഷൻസ് വരെ ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നോഫാപ്പ്. നമ്മൾക്കിത് ഇത്രമാത്രം, മലയാളികൾക്ക് ഇത്രമാത്രം സുപരിചിതമാവുന്നത് നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയായിരിക്കും കാര്യമായിട്ട് സുപരിചിതമാവുന്നത്. ഇനി ഇത് എന്തിനെടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഡിക്ഷൻ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് ബയോളജിക്കലായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ചെയ്യുന്നതാണ് സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് സോളോ സെക്സ് എന്നുള്ളത്, ഇല്ലെങ്കിൽ മാസ്റ്റർബേഷൻ, സ്വയംഭോഗം എന്നുള്ള പറഞ്ഞ കാര്യം ചെയ്യുന്നതാണ്. അത് ഒരു നാച്ചുറൽ ഇല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അത് അഡിക്റ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ കാണുന്ന പോൺ വീഡിയോസ്, അതാണ് ഏറ്റവും നെഗറ്റീവ് വിതയ്ക്കുന്ന ഒരു കാര്യം. കാരണം ഇത്തരത്തിലുള്ള പോൺ വീഡിയോസുകൾ റിയൽ ആയിട്ടുള്ള കാര്യമല്ല, അൺറിയൽ ആയിട്ടുള്ള കാര്യമാണ്. അത് ജസ്റ്റ് ആക്ടിങ് ആണ്. പക്ഷെ പല കുട്ടികളും, ചെറിയ കുട്ടികൾക്ക് അറിയില്ല ഏത് ശരി ഏത് തെറ്റെന്നുള്ളത്. അതിലൊരുപാട് സെക്ഷൽ പെർവേഷൻസുകളുണ്ട്, ഇല്ലെങ്കിൽ അതിലെ പല കാര്യങ്ങളും ഇതാണ് ലൈഫ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സോ അതങ്ങനെയല്ല ഗൈസ്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിലോട്ട് അനുകരിക്കേണ്ടുന്ന വിഷയമല്ല. അത് ജസ്റ്റ് നിങ്ങളുടെ മൃദുല വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ബില്യൺസ് ഓഫ് പണം ഓരോ ദിവസവും ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ് യഥാർത്ഥത്തിൽ പോൺ വീഡിയോ ഇൻഡസ്ട്രി എന്നുള്ളത്. ഒരാളുടെ ലൈഫിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു 2 ലൈഫൊക്കെ കണ്ടു തീർക്കേണ്ടുന്ന അത്രയും പോൺ വീഡിയോസുകളൊക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് വെബ്സൈറ്റുകളിൽ. അതാണ് അവസ്ഥ. അപ്പോൾ അത്രമാത്രം വീഡിയോസുകളുണ്ട്. അതിലെല്ലാം പലതരത്തിലുള്ള കാറ്റഗറീസ് ഓഫ് വീഡിയോസുകളും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, പെർവേഷൻസുകൾ അത് ഇത് എന്നെല്ലാം ഉണ്ട്. സോ അത് അനുകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ജസ്റ്റ് എൻജോയ് ചെയ്ത് വിട്ട് കളയേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കണ്ടു എന്ന് കരുതിയിട്ട് നമ്മൾ നശിച്ചു പോകുന്നില്ല. പക്ഷേ അഡിക്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കുഴപ്പമാണ്. ഈ മാസ്റ്റർബേഷൻ തന്നെ അത് നാച്ചുറലാണ് എന്ന് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോൾ ഒരാണിൻ്റെ ശരീരത്തിൽ ഓരോ സെക്കൻഡിലും 1000 to 1500 സ്പേംസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ഇത് നമ്മൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്നില്ലെങ്കിലും അത് സെമൻ്റെ കൂടെ പുറത്തേക്ക് പോകും. നൈറ്റ് ഫാളോ അങ്ങനെ ഏതെങ്കിലും മെത്തേഡിലൂടെ അത് പുറത്തേക്ക് പോകുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. മാസ്റ്റർബേറ്റ് ചെയ്ത് കളഞ്ഞാൽ കുഴപ്പമില്ല. അത് നെവർ മൈൻഡ് ആയിട്ട് എടുത്താൽ മതി. എന്നിട്ട് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ബയോളജിക്കലായിട്ട് കണ്ടുകൊണ്ട് ചെയ്തു എന്ന് വെച്ചിട്ട് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ അഡിക്റ്റഡ് ആയിട്ട് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി ചെയ്യുമ്പോഴാണ് കാര്യമാകുന്നതെന്ന് പറയേണ്ടി വരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഷോർട്ട് ടേമിൽ 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ചിലവഴിക്കുമ്പോൾ, ഇല്ലെങ്കിൽ അതിൽ അത്ര പോലും വേണ്ട 2 or 3 മിനിറ്റ് കൊണ്ടൊക്കെ മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞ്
ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഫീലിംഗ് ആണിനെ സംബന്ധിച്ചും ഇല്ലെങ്കിൽ പെണ്ണിനെ സംബന്ധിച്ചും ഒക്കെ കിട്ടുന്നു. അപ്പോൾ അവൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിന് തോന്നുന്നു വളരെ എളുപ്പത്തിൽ സന്തോഷം കിട്ടുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ ഇത് ചെയ്യാലോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തോന്നുകയാണ് പെട്ടെന്ന് സന്തോഷം വേണം എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ ടൈം ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ജോലി സ്ഥലത്ത് പോകുമ്പോഴും പഠിക്കാൻ പോകുമ്പോഴും അവിടെ പോകുമ്പോഴും പഠിക്കാൻ ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വളരെയധികം കൂടും. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഫീലിങ്സ് തോന്നുമ്പോൾ അത്യാവശ്യം ചെയ്തു എന്ന് കരുതിയിട്ട് കുഴപ്പങ്ങളില്ല. പക്ഷേ നമ്മളൊരു എൻജോയ്മെൻറ്റിന് വേണ്ടി ജസ്റ്റ് ഫോർ എ ഫൺ എന്ന രീതിയിൽ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് കുഴപ്പമുണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് അഡിക്ഷൻ്റെ ഒരു കാര്യം. നമ്മൾ മറ്റെന്തെങ്കിലും കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കുകയാണ്, ആ വീഡിയോയ്ക്ക് വേണ്ടി ടോപ്പിക്ക് ഫിക്സിങ്, അത് പ്രിപ്പറേഷൻ, ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്, വീഡിയോ എടുക്കുന്നത്, എഡിറ്റ് ചെയ്തത്, അപ്ലോഡിങ്, അങ്ങനെ ഒരു വലിയൊരു 5-6 മണിക്കൂറിൻ്റെ പ്രോസസ്സാണ്. നേരെ മറിച്ചിട്ട് എനിക്ക് ഇത്രയും കിട്ടിയിട്ട് എനിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് കമൻറ്റ്സ് വരണം, ഇല്ലെങ്കിൽ അതുപോലെ നല്ലൊരു ഏണിങ്സ് കിട്ടണം, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ അത് വൈറലാവണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സന്തോഷം കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ടൈം ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരാൾ സാധാരണഗതിയിൽ വർക്ക് ചെയ്യുന്ന അത്രയും ടൈം ഒരു വീഡിയോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ചിട്ട് മാസ്റ്റർബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പറഞ്ഞ ഹാപ്പി ഹോർമോൺസുകൾ, ഹാപ്പി കെമിക്കൽസ്, ഡോപ്പാമിൻ പോലുള്ളത്, ഇല്ലെങ്കിൽ എൻഡോർഫിൻ, അത് ഇതെന്നെല്ലാം പറഞ്ഞിട്ട് പലതും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഡോപ്പാമിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹാപ്പി പാത്വേഡ് ഇല്ലെങ്കിൽ റിവാർഡ് പാത്വേയിൽ ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഡോപ്പാമിൻ ധാരാളം ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു സന്തോഷം കിട്ടും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഈ എളുപ്പത്തിൽ സന്തോഷം കിട്ടുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇതിലോട്ട് അഡിക്റ്റഡ് ആവും. നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം, ഞാനിപ്പം വീഡിയോ ചെയ്യാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇത് മതി എന്നുള്ളൊരു തോന്നലിരുന്നാലോ നമുക്കപ്പം വീഡിയോ ഉണ്ടാവില്ല, നിങ്ങൾക്ക് കാണാൻ വീഡിയോ ഉണ്ടാവില്ല. അതാണ് പ്രൊഡക്റ്റീവായ അപ്രോച്ചസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സമയത്തെ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക എന്നുള്ള കേസ് വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അവിടെയാണ് അഡിക്ഷൻ്റെ ഒരു കാര്യം വരുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിനെ, നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ കുഴപ്പം തന്നെയാണ്. അതുപോലെ തന്നെ ഓവർ സെക്ഷൽ ചിന്താഗതികൾ, ഈ പോൺ വീഡിയോസുകളൊക്കെ കണ്ടിട്ട് ഓവർ സെക്ഷൽ ചിന്താഗതിയൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന രീതിയിൽ വരുമ്പോൾ നമ്മുടെ പഠിത്തം കാര്യങ്ങളൊക്കെ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു പയ്യൻ ഈ സമീപകാലത്ത് വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അവൻ പറഞ്ഞൊരു കാര്യം, ഓൺലൈൻ ക്ലാസ്, ഫോണ് കാര്യങ്ങളൊക്കെ കയ്യിലുള്ളതുകൊണ്ട് 10ാം ക്ലാസ്സിലോ മറ്റോ ആണ് ചെക്കൻ പഠിക്കുന്നത്. ആ പയ്യൻ പറഞ്ഞത്, ഞാൻ ഈ ഫോണും കാര്യങ്ങളൊക്കെ കൈ കിട്ടിയതുകൊണ്ട് തന്നെ പോൺ വീഡിയോസ് കാണാൻ തുടങ്ങി ബ്രോ, ഞാൻ അഡിക്റ്റഡ് ആണ് ഇപ്പോൾ മാസ്റ്റർബേഷനിലും പോൺ വീഡിയോ കാണുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ആ പയ്യൻ പറഞ്ഞൊരു കാര്യമാണ്, സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് പേര് കേസിലാണ്. നമ്മളോട് വന്ന് പറയുന്നവർ ലിമിറ്റഡ് ആയിരിക്കും, തുറന്ന് പറയാൻ ധൈര്യം ഉണ്ടാവില്ല പലരുടെ കേസിലും. അങ്ങനെ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഡിവിജ്വൽസ് ഉണ്ട്. അവരുടെ കേസിൽ ഇങ്ങനെയുള്ള ചലഞ്ചസുകൾ യൂസ്ഫുള്ളാണ്. അവരാണ് ഈ ചലഞ്ച് ഏറ്റെടുക്കേണ്ടത്. ഈ ചലഞ്ചിൻ്റെ മെയിൻ ലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ, ഈ പോൺ വീഡിയോസ് കാണുന്നതും അതുപോലെ അത് കണ്ടിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള ടെൻഡൻസി, അഡിക്റ്റഡ് ആയുള്ള ടെൻഡൻസികളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതായത് 1-2 ദിവസമൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തിനായിരുന്നു ഇത് എന്നുള്ള തോന്നലുണ്ടാവും. പതിയെ നമ്മൾ കൺട്രോൾ ചെയ്തൊരു 1 മന്ത് ആകുമ്പോഴത്തേക്ക് നമുക്ക് മറ്റ് എൻജോയ് ചെയ്യേണ്ടുന്ന ഒരുപാടധികം വിഷയങ്ങളുണ്ടല്ലോ എന്നുള്ളൊരു മനസ്സിനെ അത് പറഞ്ഞു പഠിപ്പിക്കുകയും അത്തരത്തിലൊരു ഹാപ്പിനെസ് പാത്വേ സൃഷ്ടിക്കപ്പെടുകയാണ് വേണ്ടത്. അതാണ് അതിൻ്റെ ഒരു ആത്യന്തികമായ ലക്ഷ്യം. അതാണ് 30 ദിവസമോ 90 ദിവസത്തെയൊക്കെ ചലഞ്ച് എന്ന് പറയുന്നില്ലേ, അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അതാണ്. നമ്മൾ കുറച്ച് കാലം കൺട്രോൾ ചെയ്യുമ്പോൾ ഇവിടെ എൻജോയ് ചെയ്യാൻ ഒരുപാട് വിഷയമുണ്ട്, ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള മനസ്സിലാവും. വേറൊരു വിഡിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഈ നോഫാപ്പ് ചലഞ്ചുമായി ബന്ധപ്പെട്ട് തിങ്ക് ചെയ്യുന്നൊരു കാര്യമാണ്, ജസ്റ്റ് ഈ ചലഞ്ച് ചെയ്യാനങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയ ദിവ്യനായി മാറുമെന്ന്. അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യരുത്. അതൊരു മണ്ടത്തരമാണ്, പക്ക ഫൂളിഷ്നെസ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുമ്പ് ഈ നോഫാപ്പ് ചലഞ്ച് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് ഇവിടെ ആൾക്കാർ സക്സസ് ആയിട്ടുണ്ട്, കാര്യങ്ങളുണ്ട്. കാരണം അവർ ഫാപ്പ് ചെയ്യുമെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ടൈമിനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ നമ്മൾ അഡിക്റ്റഡ് ആകുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ടൈം യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം ഇങ്ങനെ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം. അപ്പം നമ്മൾ ഈ നോഫാപ്പ് ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ഒരുപാടധികം ടൈം കിട്ടും. ഈ നമ്മൾ ചുമ്മാ കളയുന്നതും ഇല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ച സമയം കളയുന്നതൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് കിട്ടും. ആ ടൈമിനെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. നമ്മൾ പഠിക്കുന്ന കാര്യത്തിലോ ബുക്ക് റീഡ് ചെയ്യുന്ന കാര്യത്തിലോ ഇല്ലെങ്കിൽ വീഡിയോ മേക്കിങ്ങിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും നല്ല ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഉപയോഗപ്പെടുത്തണം. നേരെ മറിച്ച് പോയി ചുമ്മാ ഗെയിം കളിച്ച് കുറേ സമയം കളയാണ്, ചുമ്മാ പറമ്പിൽ പോയി ക്രിക്കറ്റ് കളിച്ച് കളയാണ്, എന്തെങ്കിലും നമ്മൾ പ്രൊഡക്റ്റീവ് അല്ലാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ കാര്യമൊന്നുമില്ല. നമുക്കെന്തോ ദിവ്യമായിട്ടുള്ള സാധനം കിട്ടുമെന്ന് കരുതിയിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഒന്ന് മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നിങ്ങളുടെ മനസ്സിനെ അത് കൺട്രോൾ ചെയ്യുന്നതിലുപരി നിങ്ങളുടെ മനസ്സ് അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാവണം. മാസ്റ്റർബേഷനെ കൺട്രോൾ ചെയ്യുന്ന, ഇങ്ങനെ മൃദുല വികാരങ്ങളെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാക്കുക എന്നുള്ളത് തന്നെയാണ് നോഫാപ്പിൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നോഫാപ്പ് ചലഞ്ച് ഏറ്റെടുക്കുക. അല്ലാത്ത പക്ഷം ചുമ്മാ എടുത്തിട്ട് എന്താ പറയുക ദിവ്യമായിട്ടുള്ള എന്തോ കിട്ടുമെന്ന് കരുതരുത്. മാസ്റ്റർബേഷൻ ചെയ്യുന്നത് ബയോളജിക്കലായിട്ടുള്ള കാര്യമാണ്, പക്ഷേ അഡിക്റ്റഡ് ആകുമ്പോഴാണ് കുഴപ്പക്കാരനാവുന്നത് എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കാൻ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വേണ്ട. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ വല്ലപ്പോഴൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ, പക്ഷേ അത് ചെയ്തതിന് ശേഷം വെറുതെ കുറ്റബോധമാണ്, ഞാൻ എന്തോ ചെയ്തു, എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ കളഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല, അത് ബയോളജിക്കലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യണമെന്ന് തോന്നുമ്പോൾ ചെയ്തു എന്ന് കരുതിയിട്ട് ഒന്നും തന്നെ സംഭവിക്കാനില്ല. അങ്ങനെയുള്ള
നെഗറ്റീവ് ചിന്താഗതി. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് ബയോളജിക്കലാണ്, പ്രശ്നമുള്ള കാര്യമല്ല എന്നെങ്കിലും മനസ്സിനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം എന്താ പറയുക, നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യത്തെപ്പറ്റി തിങ്ക് ചെയ്യുമ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിനെ തന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബയോളജിക്കൽ പ്രോസസ്സ് ആണെന്നെങ്കിലും തിങ്ക് ചെയ്തുകൊണ്ട് ചെയ്യാം. അഡിക്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നോ ഫാപ്പ് ചലഞ്ച് പോലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാം. ഇനി ഞാനിത് ഏറ്റെടുത്തപ്പോൾ എന്ത് ഗുണമുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു അഡിക്റ്റഡ് ഇൻഡിവിജ്വൽ അല്ല, എന്നെ അത് കൺട്രോൾ ചെയ്യുന്നൊന്നുമില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് വലിയ ബെനിഫിറ്റ് കിട്ടിയോ എന്നൊന്നും പറയാനില്ല. ഞാൻ കുറച്ച് നാൾ ജസ്റ്റ് ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നോ ഫാപ്പ് ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അതൊന്നും പ്രശ്നമില്ല. നമുക്ക് അത്യാവശ്യമൊക്കെ തോന്നുവാണെങ്കിൽ ചെയ്തു, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ചെയ്തു എന്ന് കരുതിയിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് ഫീലിംഗ് ഒക്കെ തോന്നുമ്പോൾ ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ ഒരു റീക്രിയേഷൻ ആക്ടിവിറ്റി, ഒരു രസമാവട്ടെ, ജസ്റ്റ് ഫോർ എ ഫൺ എന്ന രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് അഡിക്റ്റഡ് ടെൻഡൻസി അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിപ്പം പോൺ വീഡിയോസ് ആണെങ്കിലും, പോൺ വീഡിയോസ് അൺറിയൽ ആയിട്ടുള്ള കാര്യമാണ്, നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് തരുന്നതാണ്. മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്യാം. കണ്ടു എന്ന് കരുതിയിട്ട് നിങ്ങളുടെ പ്രൈവസിയിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കാണാതിരിക്കാം. പക്ഷേ അതാണ് റിയാലിറ്റി എന്ന് തിങ്ക് ചെയ്യരുത്. അതിൽ അഡിക്റ്റഡ് ആയിട്ട് ഓവറായിട്ട് അതിന് സമയം ചിലവഴിക്കരുത്. നല്ല രീതിയിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. ഒരുപാട് നമുക്ക് കാരണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാടധികം വിഷയമുണ്ട്. ട്രാവലിങ് ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സക്സസ് നേടിക്കഴിഞ്ഞാൽ ഇതേ സന്തോഷം നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഇതിലെ ബോഡി ബിൽഡിങ്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ബെനിഫിറ്റുള്ള, നമ്മുടെ ഹെൽത്തിന് ബെനിഫിറ്റുള്ള, നമ്മുടെ ഭാവിക്ക് ബെനിഫിറ്റുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അതിലൂടെ സന്തോഷം ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത് എന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ അത്യാവശ്യം എന്തിനും ഓഫ് ആപ്പ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ബയോളജിക്കലാണ് മാസ്റ്റർബേഷൻ എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, മിത്ത്. അത് പറയാൻ വിട്ടുപോയി. ഒരുപാടധികം മിത്തുകളുണ്ട്. കണ്ണടിച്ചു പോവും, അതാവും, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം താളം തെറ്റും, കുട്ടികളുണ്ടാവില്ല, അതാണ് ഇതാണ്. അതിനൊന്നും കാര്യമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ അജ്ഞതകൾക്ക് മേലെ ഊതിർപ്പിച്ച, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ബലൂണാണ്. നൈസായിട്ട് ഒരു സൂചി എടുത്ത് കുത്തിക്കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഒന്ന് തട്ടിയാൽ തന്നെ പൊട്ടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അതിനെല്ലാം ഉത്തരം കിട്ടും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. മറ്റു പലരും പറഞ്ഞു തരേണ്ടെന്ന് ആവശ്യമില്ല. നിങ്ങൾ ആലോചിച്ചാൽ തന്നെ പലതിൻ്റെയും ആ മിത്തുകളിൽ വലിയ അർത്ഥമില്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, വലിയൊരു അഭിപ്രായം രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ടോപ്പിക് ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് അവിടെ ഫ്രീ ആണ്. ഒരിക്കൽ കൂടി 100K സബ്സ്ക്രൈബേഴ്സ് അതിൽ എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഇനിയും വീഡിയോസുകൾ അടിപൊളിയായി ചെയ്യുന്നുണ്ടാവും. പിന്നെ കൂടാതെ പറയാനുള്ളത്, നമ്മൾ ഒരു വ്ളോഗ് ചാനലും ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. നമ്മൾ ഹോമിൽ ആഡ് ചെയ്തിട്ടുണ്ട് മിസ്റ്റർ ബൂത്ത് എന്നുള്ളൊരു ചാനലും, അതുപോലെ NRN വ്ളോഗ്, ഒരു ഡെയിലി ലൈഫ് വ്ളോഗും ട്രാവലും അതും ഇതൊക്കെ എന്തെങ്കിലും പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, എന്നിൽ നിന്ന് അങ്ങനെ ഒരു കണ്ടന്റ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് വേണമെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യാം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിർത്തുകയാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. ഇറ്റ്സ് മീ നിതിൻ രാജ്. ടാറ്റ.